പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ വളരെ കാമായിട്ടും സ്മൂത്തായിട്ടുമുള്ള വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു പടകിൽ പോകുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം പഠിക്കുന്നത് നമ്മൾ ചില സ്റ്റോമി സീസിൽ കൂടെ പോകുമ്പോഴാണ്. കൊടുങ്കാറ്റടിച്ച് അല ഉയരും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെയുള്ള അവസ്ഥയിലാണ് കർത്താവിൻ്റെ സ്നേഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കുന്നത്. ദൈവമക്കളെ, ഈ സ്റ്റോംസൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് വെച്ച് ഈ സ്റ്റോംസ് നമ്മളെ കണ്ടുപിടിച്ചോളും. ഡാനിയേൽ ആ ഭക്തൻ ഇങ്ങനെ പറയും, "The God of the storm has something to teach us and his love always drives his actions." എത്ര ശരിയാത് അല്ലേ. അല്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫേസ് ചെയ്ത ഒരു വലിയ സ്റ്റോമായിരുന്നു COVID-19 അല്ലേ. ആ പാൻഡമിക്കിൽ നമ്മൾ വളരെ കൂളായിട്ടിരുന്നൊരു സമയത്താണ് വന്നത് അല്ലേ. ഏതെല്ലാം അനുഭവങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ പോയി. എന്നാൽ അന്നും ദൈവം നമ്മളെ സൂക്ഷിച്ചതുകൊണ്ട്, നമ്മളെ കാത്തതുകൊണ്ട് ദൈവം നമുക്ക് പ്രത്യാശയും സന്തോഷവും തന്ന് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനും നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്തിലേക്ക് ഒന്ന് വളർന്നു കയറുവാനും ഒക്കെ ഇടയാക്കിയില്ലേ. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ അങ്ങനെയാണ് ദൈവമക്കളെ. നമുക്കൊന്നും ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത സംഗതികളായിരിക്കും ചിലപ്പോൾ വളരെ പെട്ടെന്ന് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കോൺഫിഡൻസും എല്ലാം മിനിറ്റ് വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരു കംഫർട്ടും ഒരിടത്തൊന്നും കിട്ടിയില്ല എന്നിരിക്കും. നമ്മുടെ ചുറ്റുപാടും കലങ്ങി മറിയുവാണോ എന്ന് തോന്നും. അപ്സൈഡ് ഡൗൺ ടേൺ ചെയ്യുവാണെന്ന് തോന്നും. ദൈവത്തിൻ്റെ വചനവും ദൈവം തന്ന വാഗ്ദത്തവും കാറ്റത്ത് നമ്മളിൽ നിന്ന് അങ്ങ് പറന്നു പോയതുപോലെ തോന്നും. ശരിയല്ലേ ഞാൻ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ, അതിനുള്ളൊരവസരം അവൻ നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ ഓർത്തോണം, അവൻ നമ്മെ കൈവിടത്തില്ല. അവൻ നമ്മെ വിടുവിച്ചിരിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ കടന്നു വന്ന ചില സ്റ്റോംസിൻ്റെ വയലൻ്റായിട്ടുള്ള ഡിസ്റ്റർബൻസസിനകത്ത് തൻ്റെ ചില ക്വയറ്റ് പ്രോമിസസ് ഓഫ് ഗോഡ് പ്രാപിച്ചെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്കതിന് നിന്ന് കൊടുക്കുവാനായിട്ട് പറ്റുമോ? ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന സ്റ്റോംസ്, പെട്ടെന്ന് വരുന്ന ചില കൊടുങ്കാറ്റ് പോലുള്ള അനുഭവങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യും? മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ശിഷ്യന്മാരെ നോക്കുമ്പോൾ ചിലപ്പോൾ നാമും അവരെപ്പോലെ നല്ല വചനമൊക്കെ കേട്ട് നല്ല എക്യുപ്ഡായിട്ട് യാത്ര തിരിച്ചവരായിരിക്കാം. വചനം അവരോടുകൂടെ തന്നെ ഉണ്ടായിരുന്നു. യേശു അവരോടുകൂടെ തന്നെ ആ പടകിലുണ്ടായിരുന്നു. ധാരാളം അവർ യേശുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും
അവർ പാനിക്കായിപ്പോയി, അവർ ഭയപ്പെട്ടു പോയി, അവർ ആങ്ഷ്യസ് ആയിപ്പോയി, അവർ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി അല്ലേ? ഓർത്തോണേ, യേശു ആ സമയത്ത് ഉറങ്ങുക. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു, പ്രൈസ് ഗോഡ്, നമ്മെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അവൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്, കുഞ്ഞെ നിൻ്റെ അടുത്ത് ഈ പ്രസൻറ്റ് ടൈമിലുണ്ടെന്നല്ല, അവൻ നിന്നിലുണ്ട്. യേശു കർത്താവിന് അന്ന് ബോട്ടിൽ വെച്ച് യേശു അവിടെ അടുത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ്, ഞാൻ കൺഫസ് ചെയ്യട്ടെ, നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം പ്രോഫറ്റിക് വേർഡ് നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും ഡ്രിഫ്റ്റ് ചെയ്തു പോകാൻ അനുവദിക്കരുത്. കാറ്റത്ത് പറത്തി വിടരുത്. സ്റ്റോംസ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോളായി പോയി എന്ന് തോന്നിയാലും നമ്മുടെ ദ ബെസ്റ്റ് നാം ട്രൈ ചെയ്ത് പിടിച്ച് നിൽക്കാമെന്ന് വെച്ചാലും എല്ലാ വശത്തു നിന്നും റേജ് ചെയ്ത് സ്റ്റോം കയറി വരുമ്പോൾ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും അവൻ്റെ ആ ദയയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതലാണ് കേട്ടോ. അത് നമ്മളെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വാക്കാണ് ഫൈനൽ. അവനൊരു വാക്ക് പറഞ്ഞാൽ എന്തെല്ലാം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, സാഹചര്യങ്ങൾക്കകത്ത് വന്നാലും അവനതിനെ ശാന്തമാക്കും. അപ്പോൾ ഈ കൊടുങ്കാറ്റുകളൊക്കെ വരുമ്പോൾ, ടെസ്റ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഭയപ്പെടാതെ ദൈവം നമുക്ക് തന്ന വചനത്തിൽ നാം മുറുകെ പിടിച്ചോണം. നമ്മളൊരിക്കലും ആശ്രയിക്കരുത്. പ്രൈസ് ഗോഡ്. അവൻ നമ്മെ സഹായിപ്പാനുണ്ട്. അവൻ്റെ ആഗ്രഹവും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നാം മെച്ചുവേർഡാകണം. നാം അവനോട് ചേർന്ന് നടക്കണം. ഏതൊക്കെ സ്റ്റോംസ് ജീവിതത്തിൽ കടന്നു വന്നാലും അവൻ്റെ വചനത്തെ വിശ്വസിച്ച് അവനോട് ആവശ്യങ്ങൾ പറയണം. പ്രൈസ് ഗോഡ്. ഈ ശിഷ്യന്മാരെ പറ്റാതെ വന്നപ്പോൾ അവർ നിലവിളിക്കുമായിരുന്നു. അവരെന്തോ ചോദിച്ചത്? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? പ്രൈസ് ഗോഡ്. അതൊരു ചില കടുപ്പമുള്ള ചോദ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ? എപ്പോഴും യേശു കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? ഗുരു, ടീച്ചർ. കാരണം ഈ വചനമൊക്കെ അവരോട് ഓരോ ദിവസവും അവരെ ചേർത്ത് പിടിച്ച് അവരെ പഠിപ്പിച്ചതാരാ? ഈ ഗുരുവ, ഈ ടീച്ചറാണ്. അതുകൊണ്ട് ചോദിക്കുക, യേശുവിനെ ഉണർത്തിയിട്ട് ചോദിക്കുക, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മക്കളെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന് താങ്ക് യു ജീസസ് എന്നൊന്ന് പറയാൻ പറ്റുമോ? കാരണം എത്ര വട്ടം അവൻ നമുക്ക് വേണ്ടി ഉണർന്നു വന്നിട്ടുണ്ട്. നമ്മളൊരിടത്ത് സ്ട്രാൻഡഡായി പോകാതെ നമ്മുടെ നേരെ കടന്നു വന്ന അനേക തിരമാലകളെ അവൻ ബ്ലോക്ക് ചെയ്ത് നാം മുങ്ങിപ്പോകാതെ അവൻ നമ്മെ നിർത്തിയെങ്കിൽ ഇനിയും അവൻ നമ്മെ നിർത്തും. ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ നമ്മെ കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ കൈവിടത്തില്ല. അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ ഉപേക്ഷിക്കത്തില്ല. അവൻ്റെ വചനം അത്രയ്ക്ക് സത്യമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 19. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ചോദ്യമാണ്. ആ വാക്യം ചോദ്യമാണ്. എന്തുത്തരവെഴുതും? ഇല്ല, അവനൊരിക്കലും നിവർത്തിക്കാതിരിക്കത്തില്ല. അവൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കത്തില്ല. ദൈവ പൈതലേ, അവൻ ഉറങ്ങിയാണെങ്കിലും അവൻ ഉറക്കമെണീറ്റ് വരും. എന്നിട്ട് ശാന്തമാക്കേണ്ട കാറ്റിനെയും കടലിനെയും ഒക്കെ അവൻ ശാന്തമാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നത് പോലെ ആ ത്രോൺ റൂമിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. I encourage you to run to the throne room and call on Jesus
ടു ഹെൽപ്പ് ഇൻ ദിസ് ടൈം ഓഫ് കയോസ്. പറ്റുമോ? യേശു കർത്താവ് കരം നീട്ടിപ്പിടിച്ച് നിന്നെ സഹായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിപ്പാൻ, പറവാൻ, ശാസിക്കുവാൻ, ഞങ്ങളെ ആശ്വസിപ്പിപ്പാൻ ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ എന്നീ വചനം കേട്ട സഹോദരി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.